ഹായ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ സൺഡേ ആണ് എടുത്തത്. പക്ഷെ ഇപ്പോഴാണ് ഇതിന് വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഇന്ന് എനിക്ക് ഒരു ഫംഗ്ഷന് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ലേറ്റൊക്കെ ആയിട്ടാണ് നീച്ചത്. അപ്പോൾ നീച്ചപ്പം തന്നെ ബെഡൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ വിൻഡോ ഒക്കെ ഓപ്പൺ ആക്കി. പക്ഷെ ഇന്ന് ഭയങ്കര കാറ്റായിരുന്നു ഉണ്ടായിരുന്നത്. എന്താ അറിയില്ല, നീച്ചപ്പം തന്നെ ഉള്ളിലേക്ക് നല്ലോണം കാറ്റടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇന്ന് പുറത്ത് പോകാനുള്ളതുകൊണ്ട് വല്ലാതെ വീട്ടിൽ പണികളില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ന്യൂ ഇയറിൻ്റെ ഒക്കെ മുന്നേ ഒരു 1 വീക്കൊക്കെ മുന്നേ ആണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തത്. പിന്നെ ഞാൻ ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഷെൽഫ് വൈറ്റ് കളർ ആയതുകൊണ്ട് പെട്ടെന്ന് പൊടി പിടിക്കും. ഇപ്പം ഞാൻ വിൻഡോയും കൂടെ ഓപ്പൺ ആക്കുന്നതുകൊണ്ട് നല്ലോണം പൊടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ബുക്കും ജേർണൽ ഐറ്റംസൊക്കെ വെക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ക്ലീനൊക്കെ ആക്കിയിട്ട് അറേഞ്ച് ചെയ്യുന്നതിൽ ചെറുതായിട്ട് ഡിഫറെൻ്റൊക്കെ വരുത്തിയിട്ടുണ്ട്. ഞാൻ പലതും പല ഭാഗത്തൊക്കെ ആക്കിയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ മാറ്റിയിട്ട് കോളേജിലേക്ക് വേണ്ടത് വേറെ ആക്കിയിട്ട് പിന്നെ ജേർണൽ ഐറ്റംസൊക്കെ കൂടെ ഒരു ഭാഗത്ത് അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ സുഖമായിരിക്കും. അല്ലെങ്കിൽ ബുക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പല സ്ഥലത്തും തപ്പി നടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ 10th പഠിക്കുമ്പോൾ മേടിച്ചതാണ്. കുട്ടികളെയൊക്കെ ഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരു വീട് പോലെയൊക്കെ ഉള്ള സംഭവമാണ്. ഞാൻ അതിൻ്റെ കവറൊക്കെ ഊരിയിട്ട് അങ്ങനെ ആക്കി വെച്ചത്. പിന്നെ ഈ ഒരു സ്റ്റാൻഡുമുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ മാറ്റാണ്. ഒരു ഷർട്ട് ഞാൻ അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം എടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട്. കോളേജിലേക്കുള്ള ഡ്രസ്സ് സൺഡേ ആണ് ഞാൻ അയൺ ചെയ്തിട്ട് അതിൽ ഹാങ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഫ്രഷ് ആയി വന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം. പിന്നെ ഫംഗ്ഷന് പോയിട്ട് അവിടെ നിന്ന് വേറെ ക്ലിപ്സ് ഒന്നും എടുത്തില്ല. വരുമ്പോൾ അപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറിയിരുന്നു. അപ്പോൾ ഇതൊക്കെ അപ്പം എടുത്ത ക്ലിപ്പാണ്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ കുറച്ചൊക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാഗി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴൊന്നും ടേബിളിൻ്റെ മേലെ വെച്ച് കൊണ്ട് തിന്നാറില്ല. എപ്പോഴേലൊക്കെയാണ് ഇങ്ങനെ കൊണ്ടുവരാറുള്ളൂ. പിന്നെ ഇപ്പം വെച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്ളോഗറിൻ്റെ ആണ്. ഒരുവിധം എല്ലാവർക്കും അറിയാൻ പറ്റും, സഫാവിദ് പെൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെ കുറേ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. കുറേ മുന്നേ തൊട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ളതാണ് പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ. അപ്പോൾ തന്നെ പോയിട്ട് ഞാൻ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ കുറേ മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഒന്നും കൂടെ ഇപ്പം കണ്ടതാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു. ഇത് ഞാൻ കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ദിവസം ഇതെങ്ങാനും സബ്മിറ്റ് ചെയ്യാൻ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇരുന്ന് എഴുതുന്നത്. അല്ലെങ്കിൽ ഞാൻ ഞായറാഴ്ചയൊന്നും ഇങ്ങനെ എഴുതാനൊന്നും ഇരിക്കാറില്ല. ക്ലാസ്സുള്ള ദിവസം മാത്രമാണ് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്യാറ്. എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഒന്നുണ്ടെങ്കിൽ ഞാൻ ഞായറാഴ്ച ഇരുന്ന് എഴുതും. അപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ചു വന്നു. പിന്നെ ചെറുതായിട്ട് എനിക്ക് പനീൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മരുന്നും കൂടെ കുടിച്ചിട്ടാണ് കിടക്കുന്നത്. കാരണം അടുത്ത ദിവസം ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ അടുത്ത ദിവസം ക്ലാസ്സിന് പോകാനുള്ളതുകൊണ്ടാണ് ഞാൻ മരുന്നൊക്കെ കുടിച്ച് കിടക്കാൻ വിചാരിച്ചത്. അല്ലെങ്കിൽ ആ പനി വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ മരുന്ന് കുടിക്കാനും അങ്ങനെയൊക്കെ നോക്കാറുള്ളത്. പിന്നെ ഈ ഏരിയയിലെ വിഷ് ലിസ്റ്റ് എടുത്ത് നോക്കി 2-3 സാധനം ഞാൻ ഏഡൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.